കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ അത് പിന്നെ ഇന്നങ്ങ് ഇടാമെന്നങ്ങ് വിചാരിച്ചേ. കുഞ്ഞു ഷോർട്ട് വീഡിയോ ഇടണ്ടെങ്കിലും കൂടുതലായിട്ടും രാവിലത്തെ കാര്യങ്ങൾ, മോർണിംഗ് വ്ളോഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഒരു വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം ഞാനിപ്പോൾ ദേ ജോലി കഴിഞ്ഞ് വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിക്കുടിനെ വിളിക്കാനൊക്കെ ആയിട്ട് പോകണം. അവന് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ്റെ സ്കൂൾ ബസ് വരും കേട്ടോ. നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷമാട്ടോ ഞാൻ വീട്ടിലെത്താറുള്ളൂ. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ എവിടെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് വന്നാലും 4 മണിയാകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തി കിട്ടും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇച്ചിക്കോട്ടൻ വരും. വീട്ടിൽ വന്നാലും നമുക്ക് അധികം സമയമൊന്നുമില്ല. ഒരു 3:45 ഒരു 4 മണി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എത്താറുണ്ട്. പിന്നെ വന്ന വഴിക്ക് എൻ്റെ താക്കോലൊക്കെ അങ്ങ് എടുത്ത് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം പോകാൻ നേരത്തെ തപ്പലായിരിക്കും. അപ്പോൾ അവിടെ വന്ന വഴിക്ക് തന്നെ ഞാൻ അതങ്ങ് ചെയ്യും. പിന്നെ ബാഗിൽ നിന്ന് ചോറ്റുപാത്രം അത് എടുത്തങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഗ് നേരെ കബോർഡിനോട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ ഫോൺ എടുത്ത് മാറ്റി. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ബാഗ് അവിടെ ഇരിക്കാണ്ട് ഇച്ചിക്കോട്ടം വന്നിട്ട് തന്നെ വഴി തപ്പലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് നേരെ കബോർഡിനകത്തേക്ക് എടുത്ത് ഞാനങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. അവന് പേന, പെൻസിൽ, എൻ്റെ ബാഗിൽ ബുക്ക് അതൊക്കെ ഇട്ട് അതൊക്കെ തപ്പലാണ് ആളുടെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ മാറ്റി വെച്ചു. പിന്നെ നേരെ പോകുന്നത് അടുക്കളയിലേട്ടാണ് കേട്ടോ. ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ കൊച്ചിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡ്രസ്സൊന്നും മാറിയില്ല. കുളിച്ചിട്ട് പോകാനുള്ള സമയമില്ല കേട്ടോ. അപ്പോഴത്തേക്കും ബസ് വരും. അപ്പോൾ അതൊക്കെ മുന്നേ ഫസ്റ്റ് പരിപാടി ഞാൻ അടുക്കളയിൽ വന്നിട്ട് എന്നാണെന്നറിയോ, ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കറണ്ട് പോണ പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്ന വഴിക്ക് തന്നെ ഞാൻ അരി അരച്ചങ്ങ് വയ്ക്കും കേട്ടോ. നാളത്തേക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഞാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് വന്ന വഴിക്ക് ഞാൻ അതങ്ങ് അരച്ച് വെക്കും. മാക്സിമം ഞാൻ അത് ചെയ്ത് വെച്ചിട്ട് പോകാറുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം കറണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രിയായിരിക്കും ചിലപ്പോൾ കറണ്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങ് തീർത്ത് വെച്ചിട്ട് അങ്ങ് പോവും. ഇപ്പം ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുക. ഇഡ്ഡലി, അപ്പം, ദോശ അങ്ങനെയാണ് കൂടുതലായിട്ടും ഇവിടെ ഓടുന്നത്. പുട്ടൊന്നും ആക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ സ്കൂളിലും കൂടെ കൊടുത്തു വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലിയും ദോശയൊക്കെയാണ് ഇച്ചിക്കുട്ടിന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അരച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെക്കനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാവേ. വീടിൻ്റെ അവിടുന്ന് കുറച്ചങ്ങ് നീങ്ങിയാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ സ്കൂൾ ബസ് വരും. അപ്പം ഞാൻ ചെക്കനെ വിളിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിൽ പോയി 5 മിനിറ്റ് നിന്നപ്പോഴത്തേക്കും ആളുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ ആൾ നല്ല മൂഡിലാണെങ്കിൽ ഓക്കെയാണ്. നല്ല മൂഡായിരുന്നു. നല്ല മൂഡിൻ്റെയാണ് ആ കിടന്ന് ഓടണത്. ചിലപ്പോൾ സ്കൂൾ ബസ്സിൽ നിന്ന് വന്ന വഴിക്ക് നല്ല ഉറക്കമായിരിക്കും കേട്ടോ. ബസ് കയറുമ്പോഴത്തേക്കും ആൻറ്റി അവിടുന്ന് പറയണേ ഉറങ്ങുമെന്ന് പറയണേ. പിന്നെ ഇന്നപ്പോൾ ഉറങ്ങിയില്ല കേട്ടോ. സ്കൂൾ ബസ്സിൽ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവരായിട്ട് കൂട്ടുകൂടി ഇരിക്കുക എന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഭയങ്കര ഉറക്കപ്പിച്ച് അമ്മൂ എന്നെ എടുക്കുന്നു പറഞ്ഞൊക്കെയാണ് കേട്ടോ ആൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നേ. ഓണാണെങ്കിൽ പിന്നെ നോക്കണ്ട. അവിടെ നിന്ന് ഓട്ടോ ഓടിയിട്ട് ചിലപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് നിൽക്കുക. എന്നെ വഴിക്കൊക്കെ എനിക്ക് ടാഗൊക്കെ ഊരി തന്നു കേട്ടോ അവൻ. എന്നെ വഴിക്ക് ആൾ കാല് നനയ്ക്കാനാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. കാല് നനയ്ക്കണമെങ്കിലും ഷർട്ടും പാൻറ്റൊക്കെ നനച്ചിട്ടായിരിക്കും വരിക. നേരെ എന്നെ കൈയും കാലും കഴുകിയതിന് ശേഷം ചായ കുടിയും കഴിഞ്ഞ് കുറച്ച് നേരം കളിച്ചതിന് ശേഷമാണ് ഇച്ചിരി കുളിക്കാൻ വേണ്ടി നിൽക്കത്തുള്ളൂ. സ്കൂൾ ബസ്സിലേക്ക് പോയിട്ട് വിട്ടവൻ വൈകുന്നേരം ഇപ്പം യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ വേർത്തൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ വന്ന വഴിക്ക് കുളിപ്പിച്ച് ഞാൻ നീർക്കട്ട കയറും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വന്ന വഴിക്കാൻ കുളിപ്പിക്കാൻ നിൽക്കാറില്ല. പിന്നെ ആൾ പോയി കൈയും മുഖമൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ ആൾക്ക് ടി വി വെച്ച് കൊടുത്തു. അവന് ചായയും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇച്ചിക്കൊണ്ട് അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു സീരിയലായിട്ടായിരുന്നു. പതുക്കെ നൈസായിട്ട് ഏഷ്യാനെറ്റ് എന്ന് വെച്ചപ്പോൾ അവിടെ ഏതോ ഒരു സീരിയലായിരുന്നു. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ ദിവസം സീരിയൽ കണ്ടപ്പോൾ അവനെന്തോ ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ആ സീരിയൽ വെച്ചിട്ടാണെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഏതോ സീരിയലാണെന്ന് പറ്റി എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ആളത് അവിടെ നിന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ പിന്നെ ഞാൻ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ കഴുകാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ അവൻ്റെ ഉണ്ടായിരുന്നു, എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പോയി അങ്ങ് എടുത്ത് കഴിക്കുകയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം വന്നിട്ടുള്ള പരിപാടി ഇതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവൻ്റെ ബുക്കൊക്കെ എടുത്ത് അങ്ങ് മാറ്റി വെച്ചു. ഇനി കുറച്ച് മുമ്പ് പഠിക്കാൻ വേണ്ടി ഇരുത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് ബാഗ് അങ്ങ് മാറ്റിയും വെച്ചേ. രാവിലെ കുറേ പാത്രം കഴുകി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് പോയി എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് നേരത്തെ താഴെ കബോർഡിനകത്തേക്ക് അങ്ങ് എടുത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം അങ്ങനെ വലിയ പാത്രമൊന്നും കഴുകാനൊന്നുമില്ല. രാവിലെ ഞാൻ എല്ലാം കഴുകി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം കൊണ്ടുവന്ന പാത്രങ്ങൾ മാത്രമേ കഴുകാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഇച്ചിക്കൂട്ടൻ്റെ
അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ടി വി വെച്ച് കൊടുത്താൽ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ എവിടെയെങ്കിലും ഇടയ്ക്കും ഇടയ്ക്കൊക്കെ വന്ന് നോക്കും കേട്ടോ. ഞാൻ എവിടെയാണ് എന്നെ എടുക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളും. അപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് നോക്കും. അമ്മു എന്നെ ഇടയ്ക്ക് വന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ചാനലൊക്കെ മാറ്റി വെച്ച് കൊടുത്ത് അത് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ആ ഗ്യാപ്പിലാണ് ഞാൻ മുറ്റം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. മുറ്റം പിടിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും വെള്ളം ചായ കുടിക്കുവാണെങ്കിലും ആൾ ഇറങ്ങി ഇങ്ങ് വരും കേട്ടോ. എൻ്റെ പുറകെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ സൈക്കിൾ കൊടുത്തുകൊണ്ട് വരും. അപ്പം ഞാൻ നോക്കുവാണ്ടോ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അടുത്ത മഴ പെയ്യുന്നേക്കാളും മുന്നേ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തിടാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. ഇച്ചിക്കുട്ടൻ പറയുമ്പോൾ ഇച്ചിക്കൊണ്ട് കുഞ്ഞമ്പലം ഇതാണ് കേട്ടോ. കുഞ്ഞൊരു ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർച്ച് പോലെ ഇല്ല കേട്ടോ, നമ്മളിവിടെ ചെറിയ ഗ്രില്ലിൻ്റെ ഒരു പാതി ഭാഗം അവിടെ ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ കിച്ചോടെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കിയത്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഷൂറാക്കിൽ കുറച്ച് ഷൂറാക്ക് ഉണ്ടെങ്കിലും ഷൂറാക്കിൻ്റെ പുറത്താണ് ബാക്കി ചെരുപ്പുകളെല്ലാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് ഞാൻ അങ്ങ് മാറ്റി വെച്ചേ. പിന്നെ നമ്മുടെ സൈഡിൽ കുറേ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ കയറി കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ പുല്ലല്ലാട്ടോ, ഇതൊരുമാതിരി വിശ്വസിച്ച് ചെടിയാണ്, നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, നല്ല സെറ്റപ്പിൽ അവിടെ ഇരുന്നോളും. പിന്നെ മൊത്തത്തിൽ കണകുണാന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ലെവൽ ചെയ്തിട്ടു. പിന്നെ എൻ്റെ അനക്കം കേട്ടപ്പോൾ ആൾക്ക് മനസ്സിലായി ഉള്ള കാര്യം. പുറവശത്തൊക്കെ പോയി നോക്കിയപ്പോൾ എന്നെ അവിടെ കണ്ടില്ല കേട്ടോ. പിന്നെ നേരെ ഇങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. മുറ്റടിയും അവൻ്റെ വണ്ടി ഓടിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവനെയും കുളിപ്പിച്ച് ഞാനും പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ പഠിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ മേളിലാണ് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേളിലോട്ട് കൊണ്ടുവന്നു പഠിപ്പിക്കാൻ. നേരത്തെ ചില സമയത്ത് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ ആണോന്ന് അറിയില്ല, ആ സമയമൊക്കെ ആവും കേട്ടോ. അതേ സമയത്ത് അവൻ്റെ മൂഡ് നോക്കിയാണെങ്കിൽ അവൻ്റെ ഇരുന്ന് എഴുതിക്കോളും. അല്ലാത്ത സമയത്താണെങ്കിൽ അവൻ എഴുതിക്കില്ല. ചിലപ്പോൾ നമ്മൾ ABCD എഴുതാൻ കൊടുത്താൽ ചിലപ്പോൾ 1, 2 ഒക്കെ ആയിരിക്കും അപ്പുറത്തെ പേജിൽ എഴുതി വെക്കണേ. അപ്പോൾ പിന്നെ ആൾ കൂടെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അങ്ങോട്ട് കൂടി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റേതായ ലോകത്തേട്ടൊക്കെ അങ്ങ് പൊക്കോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ തന്നെ ഇരിക്കും. പിന്നെ വിളക്കൊക്കെ കത്തിക്കാറായി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ താഴത്തേക്ക് പോകുന്നു ഉച്ചക്കൂട്ടം കൂട്ടിയിട്ട്. പിന്നെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഇനി അവനെ പഠിപ്പിക്കാനിരുത്താക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അടുത്ത ദിവസം അവന് എക്സാമാണ്, മിഡ് ടൈം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവനിപ്പോൾ 1-2 കഴിഞ്ഞു, 2 കൂടി ഉള്ളൂ. അപ്പോൾ ആളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കൂടെ തന്നെ ഇരിക്കും കേട്ടോ കുറച്ച് നേരം. ഇപ്പോൾ അവൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദോശ ചൂടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ദോശ ചൂടും, പിന്നെ അവൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് പഠിപ്പിക്കും. അപ്പോൾ പിന്നെ 2 ദോശ കൊണ്ട് ഞാൻ ചൂടാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് കൂടെ വന്ന് ഇരിക്കാമെന്നങ്ങ് വിചാരിച്ചേ. അപ്പോൾ നമ്മുടെ ഒരു വൈകുന്നേരത്തെ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കുട്ടി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.